4.5 വയസ്സുവരെ സംസാരശേഷി ഇല്ലാതിരുന്ന ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങിയപ്പോഴോ വെള്ളം തുറന്നു വിട്ട പോലെ ദേ വരുന്നു ഇംഗ്ലീഷ്. അത് നല്ല ഒന്നാം തരം ഇംഗ്ലീഷ്. 7ാം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് നടന്ന അച്ഛന് മകനോട് സംസാരിക്കാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു. അതായിരുന്നു അവസ്ഥ. തൃശ്ശൂരിലെ ഗുരുവായൂരിൽ നിന്നാണ് ഈ ഇംഗ്ലീഷ് ആക്രമണം നടന്നിരിക്കുന്നത്. First of all, I wish you very happy Children's Day. I think the challenge of the my killer. The my games are my challenge on the way. I eating the noodle as very flavored spicy as my mukbang. ശശി തരൂർ എം പി ഇംഗ്ലീഷ് പറയുന്നത് കണ്ട് ഞെട്ടിയവരാണ് നമ്മളിൽ പലരും. ആ തരൂരിനെ പോലും ഞെട്ടിക്കാൻ കഴിവുള്ള ഒരു കൊച്ചുമിടുക്കനാണിത്. ഷാരോൺ. ആ വിശേഷങ്ങളിലേക്കാണ്. ഗുരുവായൂർ കോട്ടപ്പടി സ്വദേശി ജോസഫ് ലിമി ദമ്പതികളുടെ മകൻ ഷാരോൺ ജോസഫ് 4.5 വയസ്സുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു. കുട്ടിക്കൊരു കുഴപ്പവുമില്ലെന്നും സംസാരിക്കുമെന്നും എല്ലാവരും ഉറപ്പു നൽകി. കാത്തിരുന്ന് അവൻ സംസാരിച്ചു തുടങ്ങി. പച്ച ഇംഗ്ലീഷ്. The juice we're making is too big, is too small. We are Asia, Africa, India, Nepal, China, Afghanistan, Pakistan, Iran, Saudi Arabia, Oman. My self-reaction, my country name is India. ലോകരാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും അവയുടെ സവിശേഷതകളും തുടങ്ങി കൊച്ചുമനസ്സിൽ ഒതുങ്ങാവുന്നതിനും അപ്പുറമുള്ള അറിവുകൾ. യുദ്ധം, കലാപം, ഭൂപ്രകൃതി തുടങ്ങി ഓരോ രാജ്യത്തിന്റെ സവിശേഷ സാഹചര്യത്തെ വിലയിരുത്താനും 7 വയസ്സുകാരൻ മിടുക്കനാണ്. Mongolia. He wants the empire. He make a Mongol empire. Myanmar. He wanna kill Bangladesh. Iran want to kill Israel. മകന്റെ ഇംഗ്ലീഷിനൊപ്പം മുട്ടി നിൽക്കാൻ പറ്റാതായതോടെ 7ാം ക്ലാസ്സുകാരൻ അച്ഛൻ ജോസഫിന് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു. കോവിഡ് കാലമായിട്ട് സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇവനെ LKG ചേർത്തപ്പോഴാണ് അറിയണ ഇവൻ ഇംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഒരു ടീച്ചർമാർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണ ഇവൻ ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. അതിന് ഇവൻ്റെ IQ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവന് IQ-നൊന്നും ഒരു പ്രശ്നമില്ല, അവന് അതിനെ എന്തെങ്കിലും മൈൻഡിൽ വെക്കാനുള്ള ഒരു കഴിവ് ഇവനുണ്ട് എന്നുള്ളത്. മകൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് ചോദിച്ചാൽ വീട്ടുകാർക്കും അറിയില്ല. ഇവൻ വീട്ടിലും പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും. എനിക്കാണെങ്കിൽ 7ാം ക്ലാസ്സും ഗുസ്തിയാണ്, കാരണം അധികം അതിനെ പറ്റി വലിയ അറിവൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ അവൻ്റെ ഒപ്പം ഇംഗ്ലീഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചേ പറ്റുമെന്നുള്ള രീതിയിലായി. കോട്ടപ്പടി RCUP സ്കൂളിലെ 2ാംകാരന്റെ ഇംഗ്ലീഷിന് മുന്നിൽ അധ്യാപകരും ഇടയ്ക്കൊക്കെ പതറിപ്പോകാറുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ചില പ്രേക്ഷകർക്കൊക്കെ ഒരു ഡൗട്ടുണ്ട്. നമ്മൾ ഈ 24 കപ്പും കുടയൊക്കെ അയച്ചു കൊടുക്കുമ്പം ഇതൊക്കെ മറ്റുള്ളവരുടെ പണം കൊടുത്ത് വാങ്ങിച്ചാണ്. ഒരിക്കലും അല്ല, ഇത് കമ്പനിയുടെ പണം ഉപയോഗിച്ച് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പണം ഉപയോഗിച്ചൊക്കെ തന്നെയാണ് ഇത്തരം സമ്മാനങ്ങൾ അയക്കുന്നത്. അതേസമയം ഏതെങ്കിലും ഒരു സ്പോൺസറെ ഉപയോഗിച്ച് നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയാൽ അത് ആ സ്പോൺസറിൻ്റെ പേര് നമ്മൾ കൃത്യമായിട്ട് പറയും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ സ്പോൺസേഴ്സിനെ ഇടപെടുത്താറില്ല എന്നാണ് യാഥാർത്ഥ്യം. ബിനു സഹദേവൻ പറയുന്നു. ഗുഡ് മോർണിംഗ് എസിയ. ഗുഡ് മോർണിംഗ് ബിനു. നമ്മുടെ സിവിൽ സപ്ലൈ സ്റ്റോറുകൾ ഇപ്പോഴും സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം അനുഭവപ്പെടുന്നു. അത് അധികാരികളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. സപ്ലൈകോയിലും അതുപോലുള്ള പൊതു വിപണിയെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ ചില്ലറ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മന്ത്രി GR അനിൽ പറയുന്നത് ഇതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ്. പരിഹരിക്കാൻ മന്ത്രി അനിലിന് കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.